ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെസ്സി ടേസ്റ്റ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. ഇത് ഞാൻ ഇതിനകത്ത് ഏത്തപ്പഴവും അരിപ്പൊടിയും വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കഴിച്ചോളും. നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴം തന്നെയായിട്ട് എടുത്തിരിക്കണം. ഇത് നമുക്കൊന്ന് ആവിയായിട്ട് എടുക്കണം. അപ്പോൾ ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ആവിയായിട്ട് എടുക്കണേന് വേവിച്ചെടുക്കാം. നമുക്ക് ഒരു 20 മിനിറ്റ് മതിയാവും കേട്ടോ. നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് പഴം വെന്ത് വന്നിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് നാളികേരമാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് പൊടിയും കൂടി വേണ്ടി വരും. അപ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് ഞാൻ മധുരം ഇട്ടിട്ടില്ല. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ആ കൂട്ടത്തിൽ ഒരു 4 ഏലക്കായ ഇട്ട് അതെടുത്തിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് 4 ഏലക്കായ എടുത്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് ആ പഞ്ചസാരയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പൊടിച്ചിട്ട് വരാം. ഞാനിപ്പോൾ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇത് നോക്കിയിട്ട് നമുക്ക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ പഴത്തിന് വെള്ളം കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ ഒരു പൊടി കുറച്ചും കൂടി വേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്തിരി ലൂസാണ്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൊടി ഇത് വെള്ളം കൂടുതലാണെങ്കിൽ പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് മധുരം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുള്ളൂ. നല്ല മധുരമുണ്ട്. ഇനി നല്ല കട്ട മധുരം വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഒരു കയ്യിൽ കുറച്ച് നെയ്യ് എണ്ണയോ എന്തെങ്കിലും ഒന്ന് തേച്ചിട്ട് നമുക്കിത് ഓരോ ഉരുളയാക്കി എടുക്കാം. നന്നായിട്ട് ഉരുട്ടി കൊടുക്കുക. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടി കൊടുക്കുക.
നിങ്ങൾക്കിപ്പോൾ ഷേപ്പ് എങ്ങനെയാണോ വേണ്ടത് അതേപോലെ എടുക്കാം കേട്ടോ. വേറെ ഏതെങ്കിലും ഷേപ്പ് എടുക്കണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഇങ്ങനെ ബോളായിട്ടാണ് എടുക്കുന്നത്. എന്താ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ക്യാഷ്നെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതിങ്ങനെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. എന്താ ഇതേപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇത് ഇഡ്ഡലി പാത്രത്തിൽ ആവിയേറ്റിയാണ് എടുക്കുന്നത്. അത് ഞാനിപ്പോൾ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ ഒരു ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. തമ്മിൽ മുട്ടാതെ ഇങ്ങനെ ഓരോന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുത്തു. ഇപ്പോൾ ഞാനിത് എല്ലാം ഇതേപോലെ കണ്ടോ ഉരുട്ടി എടുത്തിട്ടുണ്ട്. നല്ല ബോളായിട്ട് എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിന്ന് ആവിയേറ്റി എടുക്കാം. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് 10 to 15 മിനിറ്റ് മതിയാവും നമുക്കിതൊന്ന് ആവിയേറി കിട്ടാനായിട്ട്. അപ്പോഴത്തേക്കും വെന്തോളും. നമുക്കിതൊന്ന് ആവിയേറ്റി. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് അടുപ്പത്തുനിന്ന് എടുക്കണേന്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. ഇപ്പോൾ ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും, അവർക്ക് ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ ഇത് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കുക, അവർ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് എല്ലാവരും എൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയണേ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.